പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരുവശത്തും പടയൊരുക്കം തുടങ്ങി. പെഹൽഗാമിലെ ഇടപ്പള്ളിയിലുള്ള രാമേന്ദ്രനെ തീവ്രവാദികൾ മകളുടെ സാന്നിധ്യത്തിൽ വെടിയുതിർത്തു. ലോകത്ത് ഇന്നുവരെ ശത്രുക്കളെ കൊന്നെടുക്കുന്നത് ജാതി ചോദിച്ചിട്ടായിരുന്നില്ല. ആദ്യമായിട്ടായിരുന്നു ജാതി ചോദിച്ചിട്ട് കൊന്നത്. മുസ്ലിം അല്ലാത്ത ആൾക്കാരെ ജാതി ചോദിച്ച് ഹിന്ദു ആണെന്ന് അറിഞ്ഞ് കൊലപ്പെടുത്തുന്ന രീതി തന്നെയായിരുന്നു ഇപ്പോൾ പെഹൽഗാമിൽ ഉണ്ടായത്. സൈഫുള്ള കസൂരി എന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി ആയ ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പാവങ്ങളെ വെടിവെച്ച് കൊന്നത്. 26 പേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നു. അവരെയുള്ള കൂടെയുള്ള സ്ത്രീകളെല്ലാം വാവിട്ട് കരഞ്ഞു, ഹെൽപ്ലെസ്സായി. ബാക്കിയുള്ളവർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. രാമേന്ദ്രൻ്റെ മൃതദേഹം ഇന്നലെ എടപ്പള്ളി കൊണ്ടുവന്നു. ഇന്ന് അവിടെ ഗവർണർമായ ആർലക്കർ, അതുപോലെ തന്നെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള, നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ, MLA എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീടുകളിലെത്തി, പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തും എത്തി. ഉച്ചയ്ക്ക് അദ്ദേഹത്തിനെ ശ്മശാനത്തിലെ അദ്ദേഹത്തിനെ ദഹിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സഹോദരനെ കൊന്ന സ്ഥലത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്ന ശബ്ദം നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഉറക്കെ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടു. ഇന്ത്യയിലുള്ള ജാതി മത ഭേദമന്യേ ഓരോ മനുഷ്യനും ഭാരത മാതാവിൻ്റെ നെഞ്ചിലുതിർത്ത വെടിക്ക് സമാധാനം പറയും, സംശയമില്ല. പടയൊരുക്കം ഇരുവശത്തും തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ പെഹൽഗാമിൽ വന്ന അത് ലഷ്കർ ഇ തോയ്ബയുടെ അവരുടെ ഒരു ഡെപ്യൂട്ടി ജനറലായ സൈഫുള്ള കസൂരിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ പെഹൽഗാമിൽ അക്രമം ജാതി ചോദിച്ച് അക്രമം അഴിച്ചുവിട്ടത്. 26 പേരെ നിഷ്കരണം വെടിവെച്ചു. 13 പേരോളം പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. അതിൽ 3-4 പേര് അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഏതായാലും ഇന്ത്യയുടെ നമ്മുടെ മാതൃഭൂമിയിൽ നമ്മുടെ മക്കളെ കൊന്നെടുക്കുന്ന ഈ ലഷ്കർ ഇ തോയ്ബയെ ഉന്മൂലനം ചെയ്യേണ്ട ആവശ്യം ഇപ്പം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ മണ്ണിലാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ന് പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്ററും അതുപോലെ വിദേശകാര്യ വകുപ്പും മന്ത്രിയും അത് നിഷേധിച്ചു. ഞങ്ങളുടെ മണ്ണിലല്ല, പേടിച്ചിട്ടായിരിക്കാം ആ നിഷേധം വന്നത്. ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ലഷ്കർ ഇ തോയ്ബ 2000 മുതൽ ജമ്മു കാശ്മീരിലും നമ്മുടെ റെഡ് ഫോർട്ടിലും ബോംബെയിലും തുടങ്ങിയ ഏകദേശം പാർലമെൻറ്റിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാരെ ഇന്ത്യയിലുള്ള ജനങ്ങളെ വധിച്ച ചരിത്രം പാകിസ്ഥാൻ മറന്നിരിക്കുന്നു. നിരന്തരം ഇന്ത്യയുടെ പുരോഗതിക്ക് അസൂയ പൂണ്ട പാകിസ്ഥാൻ ഇതുപോലെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ വിട്ട് ഇവിടെ അവർ പലരെയും കൊന്നൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർ ബോംബ് വെച്ച് പല സ്ഥലങ്ങളും തകർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മളിതെല്ലാം ക്ഷമയോടെ അത് കരുതിപ്പോന്നു. ഇനി അഗ്രസീവായ ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോകാതിരിക്കാൻ കഴിയില്ല. ജാതി ചോദിച്ച് വെടിയുതിർക്കുന്നത് നമ്മളിപ്പം കണ്ടു. നമുക്ക് അത് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പം പെഹൽഗാമിലെ അതിശക്തമായി നടപടിയിലേക്ക് ഇന്ത്യൻ പട്ടാളവും ജമ്മു കാശ്മീർ പോലീസും നടപടി എടുത്തു തുടങ്ങിയിരിക്കുന്നു. കാരണം ബൈസരൻ എന്ന് പറഞ്ഞ ആ പെഹൽഗാമിൻ്റെ ഏരിയ ബൈസരൻ നിന്നാണ്. അവിടെ NIA എത്തി അവിടെ നിന്ന് ഫോറൻസിക്കായിട്ടുള്ള എവിഡൻസുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങി. നമ്മുടെ കാശ്മീരിൽ
വടക്ക് വശത്തുള്ള പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള ഏകദേശം 30% സ്ഥലങ്ങൾ അങ്ങോട്ടേക്ക് പോയ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഇന്ത്യ ഏകദേശം വളഞ്ഞിട്ടുണ്ട്. കാശ്മീരിലെ ഇന്ത്യയുടെ കൈവശം സ്വാതന്ത്ര്യത്തിന് ശേഷം അന്ന് അവിടുത്തെ രാജാവ് ഇന്ത്യയോട് കൂറുപുറത്തി ആ രാജ്യം ഇന്ത്യയോട് ചേർത്തെങ്കിലും പാകിസ്ഥാൻ അന്ന് ഏകദേശം 10-30% അവിടുത്തെ സ്ഥലങ്ങൾ അവർ കയ്യേറി. വടക്കുവശം കാശ്മീർ 30% ഇപ്പോഴും അവരുടെ കൈവശമാണ്. അവിടെ നിന്നാണ് ടെററിസ്റ്റുകൾ വരുന്നത്, അവിടെ നിന്നാണ് നമ്മുടെ കാശ്മീരിലേക്ക് അവർ കയറുന്നത്. കാശ്മീരിലെ മുസ്ലിം ഒന്നടങ്കം അവർക്കെതിരായിട്ട് ശബ്ദിച്ചു തുടങ്ങി. ഇന്ത്യയോട് കൂറ് പുലർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. അവർ ഇന്ത്യക്കാരാണ്. അവിടുത്തെ നിരപരാധികളായ മുസ്ലിംസിനെ ധാരാളം പേരെ പാകിസ്ഥാനോട് കൂറ് പ്രഖ്യാപിക്കാത്തതിനാൽ അവരെ വെടിവെച്ച് കൊന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഫൈസാലാബാദിലെ ഏകദേശം അവിടെ വന്നു കയറിയ ആ ടെററിസ്റ്റ് ഗ്രൂപ്പിലെ 7 പേരെ ഇന്ത്യ തിരിച്ചറിഞ്ഞു. 2 പേര് കാശ്മീരിക്കാരാണ്. 5 പേരിലെ 2 പേരുടെ വിവരങ്ങൾ അവർ ഒറിജിനൽ പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാനിലുള്ള 2 പേരുണ്ട്. ഏതായാലും പാകിസ്ഥാൻ അത് നിഷേധിക്കാൻ കഴിയില്ല. ലഷ്കർ ഇ തോയ്ബ എന്നൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തങ്ങളുടെ മണ്ണിൽ ഇല്ല എന്ന് അവരിന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു. ഏതായാലും പല ഭീകര സംഘടനകളും പാകിസ്ഥാൻ്റെ പല പ്രൊവിഷനിലും ഉണ്ട്. അത് അവർ മറക്കുന്നു, അല്ലെ മനഃപൂർവ്വം ഒളിച്ചു വെക്കുന്നു. പാകിസ്ഥാൻ ഏതായാലും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ബംഗ്ലാദേശും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയോട് കൂറുപുറത്തുന്നവരാണ്. അവർക്ക് വേണ്ട സഹായത്തിന് പല സന്ദർഭത്തിലും അവർ വന്നെങ്കിലും ഇന്ത്യ മാനമായിട്ടാണ് ഇത്ര നാളും അതിനോട് പ്രതികരിച്ചത്. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് അതിന് ശ്രമിച്ചോളൂ എന്നാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇന്ത്യ ഇനി മാറി ചിന്തിക്കേണ്ടി വരും. കാരണം ബലൂചിസ്ഥാനിലെ അവരുടെ സിന്ധ് പ്രൊവിൻസാണ്. പാകിസ്ഥാനിലെ ഏകദേശം 4-5 പ്രൊവിൻസ് ഉണ്ട്. ആ പ്രൊവിൻസിൽ അറേബ്യൻ സീയോട് ചേർന്ന് കിടക്കുന്ന കറാച്ചി തുറമുഖമൊക്കെ കിടക്കുന്ന ഭാഗം സിന്ധ് പ്രൊവിൻസാണ്. നമ്മുടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ അടുത്ത പ്രൊവിൻസ് ഹൈദരാബാദ് പ്രൊവിൻസിൽ കിടക്കുന്നത്. റൺ ഓഫ് കച്ച് നമ്മുടെ ഇന്ത്യയോട് ചേർന്ന സൂറത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗങ്ങൾ അവർക്ക് പാകിസ്ഥാനോട് കൂറില്ല. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് മറ്റ് 2-3 പ്രൊവിൻസ് 5 പ്രൊവിൻസാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത്. അതിലെ 3 പ്രൊവിൻസ് ഇന്ത്യയോട് ചേർന്ന് പഞ്ചാബും ഇതിനോട് ചേർന്നും കാശ്മീരിനും ചേർന്നും കിടക്കുന്ന ഭാഗങ്ങളാണ്. ഏതായാലും താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന പല ഭാഗങ്ങളും വിജനമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഏതായാലും 3200 കിലോമീറ്ററോളം അവിടെ ഗുജറാത്ത് മുതൽ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, കാശ്മീർ ബോർഡർ നമുക്കുണ്ട്. ബോർഡറിൽ 2 കൂട്ടരുകളും ഇപ്പം അവരവരുടെ സന്നാഹങ്ങളുമായിട്ട് റെഡിയായി കഴിഞ്ഞു. പാകിസ്ഥാൻ അവിടുത്തെ ഇസ്ലാമാബാദിലെ അവരുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ അവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇന്ത്യയിലുള്ള പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷനിലുള്ളവർ 48 മണിക്കൂറിനകം ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇന്ത്യയുടെ ഒരു ജവാന് അബദ്ധവശാല് നമ്മുടെ ബോർഡറിൽ കൃഷിക്കാരെ പ്രൊട്ടക്ഷൻ നോക്കിക്കൊണ്ടിരുന്നത് അവർ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി. വാഗാസ് ചെക്ക് പോസ്റ്റ് നമ്മൾ അടച്ചു. നമ്മളിപ്പോൾ അവരുമായിട്ട് നെഗോഷിയേറ്റ് നമ്മുടെ ആ പട്ടാളക്കാരനെ BSF ജവാനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ഒരു BSF ജവാനെ നമ്മുടെ ഒരു സഹോദരനെ കയ്യിൽ പിടിച്ചു വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവം 2 കൂട്ടരും രമ്യതയിൽ പോകുന്ന ഒരു പ്രശ്നമില്ല. നമ്മുടെ മണ്ണിൽ കയറി ആക്രമിച്ച് നമ്മുടെ സഹോദരങ്ങളെ 26 പേരെ വെടിവെച്ച് പോയിന്റ് ബാങ്ക് വെടിവെച്ച് കൊന്ന സംഭവം നമുക്കത് ക്ഷമിക്കാൻ കഴിയില്ല. എന്തായാലും നമ്മൾ പതുക്കെ ഇന്ത്യ ആ അറ്റാക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അത് ഇൻ്റർനാഷണൽ ലെവലിലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും
ഇന്ത്യയുടെ സഹതാപം രേഖപ്പെടുത്തി ഇന്ത്യയോട് കൂറ് പ്രഖ്യാപിച്ചു. ഇന്ത്യ ചെയ്യുന്ന പ്രതികാര നടപടിക്ക് തീർച്ചയായിട്ടും പിന്തുണയുണ്ട് അവരുടെ എല്ലാം. ഏതായാലും ആഷിം മൂസയുടെ നേതൃത്വത്തിലാണ് ഈ പഞ്ചാബിലെ അല്ലെങ്കിൽ ഈ പെഹൽഗാമിലെ ഇപ്പം ഈ അക്രമം നടത്തിയത് എന്ന് ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു. ആഷിം മൂസ തീർച്ചയായിട്ടും സൈഫുള്ള കസൂരിയുടെ ഒരു ജൂനിയറായ ആളാണ്. അയാളാണ് 2 ഇന്ത്യക്കാരെ കൂടെ കാശ്മീരികളെയും ചേർത്ത് 7 പേരെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ്. അതിനിടയ്ക്ക് കാശ്മീരികളായ 2 പേര് പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ വീടുകൾ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് കാശ്മീരികളായ ത്രാൽ അസീഫിൻ്റെ വീട് കാശ്മീർ പോലീസ് അടിച്ചു നിരത്തി. അതുപോലെ ആദ്യം തോക്കർ എന്ന് പറഞ്ഞ അയാളും കാശ്മീരിയാണ്. അയാൾ അവരെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ വീടും ഇടിച്ചു നിരത്തി കഴിഞ്ഞു. കാശ്മീരിൽ ഉള്ള ഈ 2 പേരും ഇന്ത്യക്കാരെ കൊല്ലാൻ കൂട്ടുനിന്ന ആ 2 പേര് അവരവരുടെ വീട് വിട്ട് പാകിസ്ഥാനിൽ ട്രെയിനിങ് കഴിഞ്ഞ് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ കൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. അവരുടെ 2 വീടുകളും നിരത്തി കഴിഞ്ഞു. അവരുടെ ബന്ധുക്കളുടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അവർ പറഞ്ഞ് ഇടിച്ചു നിരത്തിയ വീട് ഒരാളുടെ വീട് മുത്തച്ഛൻ്റെ വീടാണ്. അവിടെ ഇപ്പം വീട് വിട്ട് പോയിട്ട് 1-2 വർഷമായി. അവൻ പാകിസ്ഥാൻ ചാരനാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നമ്മുടെ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആർമിയുടെ ചീഫ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സന്നാഹങ്ങളും അവിടെ പെഹൽഗാമിൽ എത്തിക്കഴിഞ്ഞു. അവർ കാശ്മീരിലെത്തി. നോർത്ത് കമാൻഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞു. ഏതായാലും ഇന്ത്യ ഇതിന് പ്രതികാരം ചെയ്യും എന്ന് ശപഥം ചെയ്തു കഴിഞ്ഞു. രാജ്യാന്തര തലത്തിൽ അതിനുള്ള സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സിംല കരാരും താഷ്കന്റ് കരാരും നമ്മൾ റദ്ദ് ചെയ്തിരിക്കുന്നു. വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ കരാറുകൾ. അതിനോട് ഇനി യോജിക്കാനില്ല. അവർക്ക് കൊടുക്കാനുള്ള വെള്ളം നമ്മൾ തടയും. കാരണം പാകിസ്ഥാനിൽ അത് വലിയ ദൂഷ്യം ചെയ്യും. അവരുടെ കൃഷിക്ക് ഇന്ത്യയിൽ നിന്നുള്ള പല നദികളിലും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിലെ വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തടയും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും പാകിസ്ഥാനിലെ ശക്തി എന്ന് പറയുന്ന ആറ്റം ബോംബ്, അണുബോംബ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. അവിടുത്തെ സൈനിക മേധാവികളെല്ലാം രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ആ രാഷ്ട്രീയം കളിക്കുന്ന മേധാവികളെല്ലാം ഇന്ത്യയോട് പകയുള്ളവരും അവരെ യുദ്ധക്കൊതിയന്മാരുമാണ്. എന്തായാലും ഇപ്പോഴേ ഇരുവശത്തും ചില സന്നാഹങ്ങൾ നടക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്ലെയിനുകളെല്ലാം നമ്മുടെ ബോർഡർ കേന്ദ്രീകരിച്ച് പറക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് എതിരായിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ആംഡ് എയർഫോഴ്സിൻ്റെ വിമാനങ്ങളും പറക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാവികസേനയിലുള്ള കപ്പൽ അത് എത്തിക്കഴിഞ്ഞു. അത് ഹൈദരാബാദ് അവരുടെ കറാച്ചി തീരത്തിൻ്റെ അടുത്തേക്ക് ഇന്ത്യയുടെ സൂറത്തിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ തന്ത്രം എന്താണെന്ന് ഇതുവരെ വെളിയിലോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ രാജ്യരക്ഷാ മന്ത്രിയും അങ്ങനെയുള്ള പ്രസ്താവനകളെല്ലാം നടത്തിക്കഴിഞ്ഞു. നമ്മുടെ സഹോദരങ്ങളെ കൊന്നതിന് തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യണമെന്നാണ് ഇന്ത്യക്കാരുടെ മുഴുവൻ ആഗ്രഹം. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്.